നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. USA A-50 A-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ഇറാൻ. പുറത്തേക്ക് ചാടിയ പൈലറ്റുമാർക്കായി തിരച്ചിൽ. ഇടുക്കിയിൽ ഇടിമിന്നലേറ്റ് 12 മരിച്ചു, 2 പേർക്ക് പരിക്ക്. മൂന്നാമതും പെൺകുഞ്ഞാകുമെന്ന പേടി. ഗർഭിണിയായ ഭാര്യയെയും 2 മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തി യുവാവ്. ഇടതുഭരണത്തിൽ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കേരളം വികസിക്കേണ്ട എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മുഖ്യമന്ത്രി. ലൈഫിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കും. വീടില്ലാതെ ആരും കേരളത്തിൽ ഉണ്ടാകില്ല. മുഖ്യമന്ത്രി. കേരളം കുതിക്കുന്നു. തൊഴിലില്ലായ്മ കുത്തനെ കുറഞ്ഞു. തൊഴിൽ രംഗത്ത് സ്ത്രീ മുന്നേറ്റം. കേന്ദ്ര സർവേ. കർണാടകത്തിൽ 2 വർഷത്തിനിടെ 70 വർഗീയ കലാപങ്ങൾ. പ്രകാശ് കാരാട്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന അവകാശവുമായി ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. ഒരു F-50 യുദ്ധവിമാനവും ഒരു F-35 യുദ്ധവിമാനവുമാണ് വെടിവെച്ചിട്ടെന്ന് ഇറാനുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് വിമാനം തകരുന്നതിന് മുമ്പ് പൈലറ്റുമാർ പുറത്തേക്ക് ചാടിയതാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിൽ നിന്ന് പൈലറ്റുമാർ പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതായും ഇത്തരത്തിൽ രക്ഷപ്പെട്ട US പൈലറ്റുമാർക്കായി ഇറാൻ സൈന്യവും ജനങ്ങളും തെരച്ചിൽ നടത്തിവരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൈലറ്റിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇറാൻ ഭരണകൂടം പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൈലറ്റിനെ ജീവനോടെ പിടികൂടി പോലീസിന് കൈമാറുന്നവർക്ക് വിലപ്പെട്ട സമ്മാനം നൽകുമെന്ന് പ്രാദേശിക TV ചാനലുകൾ വഴി ഇറാൻ അറിയിപ്പ് നൽകി. അമേരിക്കക്കാരെ കണ്ടലുടൻ വെടിവെക്കുക എന്ന ആദ്യ നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് ഇത് തിരുത്തി പൈലറ്റിനെ ജീവനോടെ പിടികൂടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയുള്ള കൊഹ്ലിയിൽ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ വെച്ചാണ് F-15 യുദ്ധവിമാനം തകർക്കപ്പെട്ടതെന്ന് റിപ്പോർട്ട്. ഈ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൈലറ്റ് ഇറാൻ സൈന്യത്തിന്റെ പിടിയിലായെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ച IRGC ആണ് യുദ്ധ F-15 വിമാനം വെടിവെച്ചിട്ടത്. തങ്ങളുടെ പുതിയ അത്യാധുനിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് വിമാനം തകർത്തതെന്ന് ഇവരുടെ അവകാശവാദം. ഇതിനു പിന്നാലെയാണ് ലേഖൻഹിത്ത് സ്ക്വാഡ്രനിൽപ്പെട്ട ഒരു F-35 യുദ്ധവിമാനം കൂടി തകർത്തതായും IRGC അവകാശപ്പെട്ടത്. കുതിക്കുന്നു. തൊഴിലില്ലായ്മ കുത്തനെ കുറയുന്നു. തൊഴിൽ രംഗത്ത് സ്ത്രീ മുന്നേറ്റം. സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന വലതുപക്ഷ പ്രചരണങ്ങളുടെ മുനയൊടിച്ചു പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കിൽ വൻ കുറവുണ്ടായതും തൊഴിൽ സേനയിലെ സ്ത്രീ പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിച്ചതുമായാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ ഈ അഭിമാനകരമായ നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2017-18 കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 7%. എന്നാൽ LDF സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇത് 2025-ൽ 4.5% കുറഞ്ഞു. ആസൂത്രണ ബോർഡിന്റെ വിലയിരുത്തൽ പ്രകാരം നിലവിൽ 4.3% എത്തിയിട്ടുണ്ട്. 2025 മുതൽ ഡിസംബർ വരെ രാജ്യത്തെ 2.5 ലക്ഷം വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സമഗ്ര സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. ദേശീയ തലത്തിൽ 2022-ൽ 8% തൊഴിലില്ലായ്മ നിരക്ക് 2025-ൽ 3.5% കുറഞ്ഞു. യുവാക്കളുടെ തൊഴിലില്ലായ്മയിലും 1% കുറവുണ്ടായിരുന്നു. തൊഴിൽ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് കേരളം. ദേശീയ ശരാശരി 44% കേരളത്തിന്റേത് 46%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലും കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ദേശീയ തലത്തിൽ സ്ത്രീ പങ്കാളിത്തം 3% കേരളത്തിൽ ഇത് 33%. സംസ്ഥാനത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ കരുത്തു വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. സംസ്ഥാനത്തെ തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തിന് റെക്കോർഡ് വളർച്ചയാണ്. 2017-18 കാലഘട്ടത്തിൽ 36% സ്ത്രീ പങ്കാളിത്തം. 2025-ൽ 46% ഉയർന്നു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ നിർണായകമായ മുന്നേറ്റമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ K. രവിരാമൻ പ്രതികരിച്ചു. നമ്മുടെ ബിസിനസ് ക്ലാസ് ബസ്. KSRTCയുടെ ആദ്യ ബിസിനസ് ക്ലാസ് ബസ് ഇറങ്ങി. ഇളം നീലയും ചാരനിറവും ചേർന്ന വോൾവോ ബസ്സിൽ 34 സീറ്റുണ്ട്. രാവിലെ 5:45 തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടും. എറണാകുളത്ത് നിന്നും അതേ സമയത്ത് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ബസ് തിരിക്കും. വൈകിട്ട് 5:45 രണ്ട് ഭാഗത്തേക്കും സർവീസ് ഉണ്ടാകും. 4 മണിക്കൂറാണ് യാത്രാ സമയം. 100 രൂപയുടെ ഭക്ഷണം ഉൾപ്പെടെ ചേർത്ത് ഏകദേശം 700 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചെയർകാർ നിരക്കിനേക്കാൾ കുറവാണിത്. എല്ലാ സീറ്റിനും ഇന്റർനെറ്റ് സൗകര്യമുള്ള സ്ക്രീനുകൾ, ഹെഡ്സെറ്റ്, ഫ്ലൈറ്റിലേതിന് തുല്യമായ സീറ്റ്, വൈഫൈ കണക്ഷൻ തുടങ്ങിയവയും ഉണ്ടാകും. എവിടെ എത്തിയെന്നും അടുത്ത സ്റ്റോപ്പ് ഏതാണ് തുടങ്ങിയവ ബസ്സിലെ സ്ക്രീനിൽ കാണിക്കും. ശുചിമുറി സൗകര്യം ഉണ്ടാകും. ഡ്രൈവറെ കൂടാതെ ബസ് ഹോസ്റ്റസ് ആണ് ഉണ്ടാകുക. ഇതിലേക്കായി 6 വനിതകളെ തെരഞ്ഞെടുത്തു. ഇവർ കണ്ടക്ടർ
ലൈസൻസും നേടി. ടിക്കറ്റുകൾ ഓൺലൈനായി എടുക്കണം. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ട്രാവൽ കാർഡ് ഉള്ളവർക്ക് കയറാം. മുഴുവൻ സീറ്റിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ആയാൽ പിന്നീട് എറണാകുളത്താകും നിർത്തുക. ഇടയ്ക്ക് കയറുന്നവർ മുഴുവൻ ടിക്കറ്റ് നിരക്കും നൽകേണ്ടി വരും. ആദ്യഘട്ടത്തിൽ എറണാകുളത്തേക്കാണെങ്കിലും പിന്നീട് തൃശൂർ വരെ നീട്ടും. ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ യാത്രാ സമയം കുറയും. രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. മൂന്നാമതും പെൺകുഞ്ഞാകുമെന്ന് പേടി. ഗർഭിണിയായ ഭാര്യയും 2 മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ്. തെലങ്കാനയിലെ ഹന്നംകൊണ്ട ജില്ലയിൽ ആൺകുഞ്ഞു വേണമെന്ന ഭ്രാന്തമായ ആഗ്രഹത്തെ തുടർന്ന് ഗർഭിണിയായ ഭാര്യയും 2 പിഞ്ചുമക്കളെയും പിതാവ് സ്വിമ്മിംഗ് പൂളിൽ മുക്കിക്കൊന്നു. സംഭവത്തിൽ പ്രതിയായ അസറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫർഹത്ത് 26, മക്കളായ ഉമേറ 8, ആയിഷ 6 എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. തനിക്ക് ഒരു മകൻ വേണമെന്ന് അസറുദ്ദീൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഗർഭിണിയായ ഭാര്യ മൂന്നാമതും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുമോ എന്ന ഭയമാണ് ഈ ക്രൂരതയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് മുൻപായി അസറുദ്ദീൻ വീട്ടിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ മുക്കിക്കൊന്ന ശേഷം ഇവർ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണതാണെന്നും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുവെന്നും വരുത്തി തീർക്കാൻ പ്രതി ശ്രമിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇയാൾ ഈ കള്ളക്കഥ പറഞ്ഞത്. എന്നാൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഫർഹത്ത് മുമ്പ് ഗർഭിണിയായിരുന്നപ്പോൾ ഭർത്താവിന് പെൺകുഞ്ഞു വേണ്ടാത്തതിനാൽ 2 തവണ ഗർഭചിത്രത്തിന് വിധേയതായി ആരോപണമുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് ഹനംകൊണ്ട പോലീസ് അറിയിച്ചു. ഭരണത്തിൽ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കേരളം വികസിക്കേണ്ട എന്നതാണ് കേന്ദ്ര ഭരണത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രി. ഇടതുഭരണത്തിൽ കേരളമേറെ മുന്നോട്ട് പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊന്നും ജനങ്ങൾ ആഗ്രഹിച്ചതെന്നും അതുകൊണ്ട് ഇനി UDF അധികാരത്തിൽ വരേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചതിനാലാണെന്ന് തുടർഭരണം സാധ്യമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ മുണ്ടയാട് LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഇടതുഭരണത്തിൽ ഏറെ മുന്നോട്ട് പോയി. ഇതാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ജനങ്ങൾ ആഗ്രഹിച്ചത് കേരളത്തിൽ സഫലമാകുന്നു എന്ന് വന്നപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു, ഇനി പഴയ പതിവ് വേണ്ട, നമുക്ക് ഇപ്പോഴുള്ള ഭരണം തുടർന്നാൽ മതി. നാടിനെ പിന്നോട്ടേക്ക് നടത്തിച്ച UDF അധികാരത്തിൽ വരേണ്ടതില്ലെന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് നാടിന്റെ ചരിത്രം തിരുത്തി കേരളത്തിലെ LDFന് തുടർഭരണം 2021 ജനങ്ങൾ സമ്മാനിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ 5 വർഷം പൂർത്തിയായി. ഈ 5 വർഷം എടുത്താലും അതിനു മുൻപുള്ള 5 വർഷം കൂടി ചേർത്ത് 10 വർഷം എടുത്താലും കേരളത്തിലെ ജനങ്ങളിൽ ഒരാൾക്ക് പോലും നിരാശപ്പെടേണ്ട വന്നിട്ടില്ല. എല്ലാവരും നല്ല അഭിമാന ബോധത്തോടെയാണ് നാടിനെ കുറിച്ചോർക്കുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കേരളം തകരട്ടെ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ടാം ഘട്ടം നടപ്പിലാക്കും. വീടില്ലാത്ത ആരും കേരളത്തിൽ ഉണ്ടാകില്ല. മുഖ്യമന്ത്രി. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന UDFന്റെ 2021 പ്രഖ്യാപനം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF തുടർഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് 5 ലക്ഷം വീടുകൾ പൂർത്തിയാകാനായത്. ലൈഫിന്റെ 2ാം ഘട്ടം LDF സർക്കാർ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF അഴീക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടില്ലാത്ത ആരും സംസ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. 4.5 ലക്ഷം പട്ടയമാണ് ഈ സർക്കാരിന്റെ കാലത്ത് നൽകിയത്. LDF ആയതുകൊണ്ടല്ല ഈ പട്ടയം നൽകാൻ കഴിഞ്ഞത്. നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാറ്. അതുകൊണ്ട് ജനങ്ങൾക്ക് LDFന് വിശ്വാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടകത്തിൽ 2 വർഷത്തിനിടെ 70 വർഗീയ കലാപങ്ങൾ. പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ ഇടപെടലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കേരളത്തെ വികസനോന്മുഖമായി മുന്നോട്ട് നയിക്കാനും LDF സർക്കാർ തുടരണമെന്ന് മുതിർന്ന CPM നേതാവ് പ്രകാശ് കാരാട്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 2 വർഷത്തിനിടെ 70 വർഗ കലാപമായി. കർണാടക ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കാണിത്. മതനിരപേക്ഷ കക്ഷിയെന്ന് കോൺഗ്രസ് സ്വയം അവകാശപ്പെടുമെങ്കിലും അവർ ഭരണത്തിലുടനീളത്തെല്ലാം വർഗീയതയോട് സന്ധി ചെയ്യുകയാണെന്നും എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടർ ആഘാതങ്ങൾ വരും നാളുകളിൽ സാധാരണ ജനജീവിതത്തെ കൂടുതൽ ബാധിക്കും. അത്തരം സാഹചര്യത്തിൽ LDF സർക്കാരിന് മാത്രമാകും അതിനെ ഫലപ്രദമായി നേരിടാനാകുക.
കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ ആദ്യം മുന്നോട്ട് വന്നതും കേരളമാണ്. സുപ്രീം കോടതിയിൽ അത്തരം ഹർജികൾ ഏറ്റവും അധികം ഫയൽ ചെയ്തതും കേരളമാണ്. 12 വർഷത്തെ മോദി ഭരണത്തിലൂടെ രാജ്യമാകെ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രമണം നിത്യസംഭവമായി. എന്നാൽ കഴിഞ്ഞ 10 വർഷവും കേരളം ഇതിൽ നിന്നും വിഭിന്നമായി. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാടാണ് അതിന് കാരണം. ഈ കാര്യത്തിൽ ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് LDF. കേരളത്തിനുൾപ്പെടെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് FCRA ഭേദഗതിയിൽ BJP തൽക്കാലം പിൻവാങ്ങിയത്. ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ വർഗീയ കക്ഷികളുമായി പരസ്യധാരണയുള്ളത് കോൺഗ്രസിനാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇടുക്കിയിൽ ഇടിമിന്നലേറ്റ് 12 മരിച്ചു. ഇടുക്കി യൂറോപ്പാറയിലാണ് സംഭവം. പെരുമ്പാവൂർ സ്വദേശി നഫീസത്ത് മിസെ ആണ് മരിച്ചത്. നഫീസത്തിന്റെ പിതാവ് ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിതാവ് അഫ്സൽ, പ്രദേശവാസി ഗോകുൽരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 4-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 5-ാം തീയതി പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതചാലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുമെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.